ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വരി വചനമുണ്ട്. അതിപ്രകാരമാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അനുകമ്പ തോന്നാനായിട്ടുള്ള കാരണം എന്താണ്? അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു എന്നുള്ളതാണ്. നിസ്സഹായരായിരുന്നു, അവര് പരിഭ്രാന്തരായിരുന്നു, അല്ലെ? തങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു രീതിയിൽ അവർ നിസ്സഹായരായിരുന്നു. പല ടെൻഷനുകളൊക്കെ അടിച്ച് അവരിങ്ങനെ പരിഭ്രാന്തരായിരുന്നു എന്ന് പറയുകയാണ്. അത്തരം ആളുകളെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. അതിനനുസരിച്ച് ഈശോ പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ട പ്രകാരം തന്നെയാണ്. ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മളും ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്സഹായരാണ്, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ആരും നമ്മളെ സഹായിക്കാനില്ല. അങ്ങനെയുള്ള നിസ്സഹായാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പരിഭ്രാന്തരാകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പലവിധ കാരണങ്ങൾ കൊണ്ട്, പല ടെൻഷൻസ് കൊണ്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പരിഭ്രാന്തരായിട്ട് നമ്മൾ മാറുന്ന ചില അവസ്ഥയുണ്ട്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്, നീ നിസ്സഹായാവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിലും, വലിയ വലിയ പരിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നീ ടെൻഷൻ അടിക്കേണ്ട. കാരണം ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്, അല്ലെ? ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. നിന്നെ ഓർത്ത് അവിടുത്തെ മനസ്സിൽ അനുകമ്പ തോന്നും, തീർച്ചയായിട്ടും തോന്നും. അവിടുന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മുടെ നിസ്സഹായാവസ്ഥയിലും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.